ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാർ ഇടിച്ചു കയറി 4 വയസ്സുകാരൻ മരിച്ചു. നേമം സ്വദേശികളായ ശബരിനാഥിന്റെയും ആര്യയുടെയും മകൻ അയാൻ നാഥാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അമ്മ ആര്യ ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് കാണുന്നത്. അവരൊരു വാഗമൺ യാത്രയ്ക്ക് പോയതായിരുന്നു. പാലയിലാണ് അവർ താമസിക്കുന്നത്. അവർ പാലയിലെ ഒരു പോളിടെക്നിക്കൽ അധ്യാപികയാണ്. അപ്പോൾ അവരുടെ വാഹനം ചാർജ് ചെയ്യുമ്പോൾ മറ്റൊരു ചാർജിംഗ് പോർട്ടിൻ്റെ അടുത്ത് കുഞ്ഞിനുമായി ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചാർജ് ചെയ്യാനെത്തിയ വണ്ടി പെട്ടെന്ന് ഇടിച്ചു കയറിയത്. അങ്ങനെയാണ് ആ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചത്. അവരും വളരെ ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിലാണ്. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ വഴിക്കടവിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് പോയിന്റിലാണ് ഇന്നലെ ഇത്തരത്തിൽ ഈ അപകടം നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ വാഗമൺ ഈ കുരിശുമലയിലേക്ക് കയറിപ്പോകുന്നതിന് വഴിക്ക് തൊട്ട് നേരെ മുൻപിലായിട്ടുള്ള ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ചാർജിംഗ് പോയിന്റ് അവിടെയാണ് ഇന്നലെ ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ട് 3 മണിക്കാണ് ഇന്നലെ ഈ തിരുവനന്തപുരം നേമ സ്വദേശികളായിട്ടുള്ള ശബരിനാഥ്, ഭാര്യ ആര്യ മോഹൻ, ഒപ്പം 4 വയസ്സുള്ള കുഞ്ഞ് അയാൻ നാഥുമായിട്ടാണ് ഇത്തരത്തിൽ ഇവിടേക്ക് വരുന്നത്. ആര്യ മോഹൻ പാലാ പോളിടെക്നിക്കിലെ അധ്യാപികയാണ്. ഈ ശബരിനാഥ് എന്ന് പറയുന്നത് എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ്. അവധിക്ക് എത്തിയതിനെ തുടർന്ന് വാഗമൺ സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു ഈ കുടുംബം എന്ന് പറയുന്നത്. ഇന്നലെ എനിക്ക് ഇവിടെ കാണുന്ന ഈ ഇടതുവശത്ത് ഇവർ വാഹനം പാർക്ക് ചെയ്ത് ഈ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സമയത്ത് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ഭാര്യയായിട്ടുള്ള ആര്യമോഹനും അതുപോലെ കുഞ്ഞും 4 വയസ്സുള്ള അയാൻ നാഥും ഒരു കസേരയിൽ ഇവിടെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേ സമയത്ത് കടന്നു വന്ന മറ്റൊരു വാഹനം അത് ബ്രേക്കാണെന്ന് കരുതി ആക്സിലേറ്ററിൽ ചവിട്ടുന്നു. തുടർന്ന് ഈ കുഞ്ഞിനെയും അമ്മയിലെയും ദേഹത്തേക്ക് നേരെ വന്ന് ഇടിക്കുകയായിരുന്നു. ഈ കുഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ മരിച്ചു. അതെ, ഇവിടുന്ന് വലിയൊരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഓടിക്കൂടുമായിരുന്നു എല്ലാവരും കൂടെ. അപ്പോൾ എല്ലാവരും കൂടി ഒന്നും പെട്ടെന്ന് രക്തമൊലിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ജീപ്പിൻ്റെ ഡ്രൈവറുള്ളായിരുന്നു അക്കു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അക്കു അന്നേരം ജീപ്പെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അന്നേരം ഇവിടെ കടക്കാരനായ സുബിനും അക്കുവും ഞാനും കൂടെ ചേർന്നാണ് പെട്ടെന്ന് കൊണ്ടുപോയത്. സൺറൈസ് ഹോസ്പിറ്റലിൽ കൊണ്ട് ഫസ്റ്റ് രക്ഷാപ്രവർത്തനം നടത്തുകയത്. അവിടെ കയറ്റി കഴിഞ്ഞ് ഹോസ്പിറ്റലുകാർ വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇവിടുന്ന് കാരിത്താസോ മെഡിസിറ്റിയോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജോ കൊണ്ടുവന്ന് പറഞ്ഞതായിരുന്നു. ഒരു സംശയം തോന്നിയാണ് പറഞ്ഞത്. പക്ഷേ എത്രമാത്രം ഹോസ്പിറ്റലുകാരും അതുപോലെ തന്നെ ഈ വണ്ടി ഇടിച്ചുകൾ ഇൻസൈഡ് എടുത്തെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അവിടെ എത്തിക്കുക എന്നുള്ള കർത്തവ്യം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. എന്തായാലും ഈ ഇടിയുടെ ആഘാതത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കമ്പിയൊക്കെ തന്നെ വളഞ്ഞിട്ടുണ്ട്. അതിലും ഈ ഗുരുതരമായി പരിക്കേറ്റ ആര്യമോഹൻ അവർ ചെറുപ്പങ്കലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരമായ നിലയിൽ ട്രോമ ICUവിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയതിനു ശേഷം ഈ കുഞ്ഞിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ ഈ ശബരിനാഥിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ആശുപത്രിയിൽ ലഭ്യമാകുന്ന വിവരം. വാഗമണിൽ നിന്ന് ഷിനോജ് ST, മാതൃഭൂമി ന്യൂസ്.